അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി ശിവഗിരി പോക്കാണ്. വർഷം അവസാനമാകുമ്പോൾ എല്ലാവരും പോകുന്ന ഒരു പരിപാടിയാണ്. ഡിസംബറിലാണല്ലോ ശിവഗിരിയിലുള്ള സീസൺ. ശിവഗിരിയത്തിൽ നടന്നു പോയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മോശം പറയരുതല്ലോ, കഴിഞ്ഞ വട്ടത്തെക്കാട്ടി കൂടുതൽ ലൈറ്റ് ഈ വട്ടം വന്നിട്ടുണ്ട്. ഒരു മരത്തെയും ചെടിയും വെറുതെ വിട്ടില്ല, എല്ലാത്തിലും വാരിപ്പറക്കിയിട്ടുണ്ട്. ഫോണിൽ കൂടെ കാണുന്നതാണ് കല്ല കേട്ടോ, നേരിട്ട് കാണാൻ ഇതിലും ഭയങ്കര നല്ല ഭംഗിയാണ്. പക്ഷേ എൻ്റെ ക്യാമറയ്ക്ക് ഇച്ചിരി ക്വാളിറ്റി കുറവുകൊണ്ടാണ് വലിയ രസമായ രീതി കൂടെ തോന്നാത്തത്. പിന്നെ ശിവഗിരി എന്ന് വന്നാലും കഞ്ഞി കുടിക്കാതെ ഞങ്ങൾ പോകാറില്ല. 9 മണി വരെ ഇവിടെ കഞ്ഞിയുണ്ട്. ഞങ്ങൾ കറക്റ്റ് 9 മണിയായപ്പോൾ ഇവിടെ എത്തി. സത്യം പറയാലോ, ഇവിടുത്തെ കഞ്ഞിയും കറിക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരു താമസിച്ചിരുന്ന വീടെന്ന് പറയപ്പെടുന്ന ഇതാ ഇവിടാണ്. അത് കഴിഞ്ഞ് പോയത് പിന്നെ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ഇവിടെ ഒരു ഡ്രോൺ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് കയറുന്ന വഴിയൊക്കെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഞെട്ടിച്ചതൊന്നുമല്ല, ഇവിടുത്തെ സാധനങ്ങളുടെ വിലയാണ്. ഇവിടെ 350 കുറഞ്ഞൊരു സാധനമില്ല ഗൈസ്. ഏതെടുത്താലും 350 മേലോട്ടുള്ളതേ ഉള്ളൂ. ഇതാ ഈ വണ്ടിയുണ്ടോ, ഇതിൻ്റെ വില തുടങ്ങുന്നത് തന്നെ 500 രൂപ. പ്ലാസ്റ്റിക് കവർ. ഈ സെക്ഷൻ മാത്രമെന്ന് കരുതരുത്, ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലയാണ്. ഈ ഒരു ചെരുപ്പാടെ മാത്രമേ ഉള്ളൂ അപ്പാടെ അവിടെ വില കുറവുള്ളത്. 50 രൂപ തൊട്ടാണ് ചെരുപ്പിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആണുങ്ങളുടെ ആയാലും പെണ്ണുങ്ങളുടെ ആയാലും ചെരുപ്പ് തുടങ്ങുന്നത് 150 രൂപയില്ല. പിന്നെ ഇത്രയും ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ച് കണ്ട സാധനം അല്ലാതെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇതാ യാത്ര തിരിച്ചു ഗൈസ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി പോകാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോവാം. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇനിയും കാണാം.